വിവാദത്തിന്റെ കൊടുങ്കാറ്റ് തന്നെ വിതച്ച ജയമാല കേസ് 2006 ഒരു വിവാദ ദേവപ്രശ്നമായി വെളിച്ചപ്പെടുന്നത്. 2006 ജൂണിൽ ജ്യോത്സ്യൻ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ ഒരു ദേവപ്രശ്നം നടക്കുന്നു. ശബരിമലയിൽ സ്ത്രീ സാന്നിധ്യമുണ്ടായെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ സ്ത്രീ സ്പർശമുണ്ടായെന്നും പരിഹാരക്രിയ വേണമെന്നും ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയെന്ന് ജ്യോത്സ്യൻ ഉണ്ണികൃഷ്ണ പണിക്കർ പറയുന്നു. തൊട്ടുപിന്നാലെ ഈ ദേവപ്രശ്ന ഫലം ശരിയാണ് എന്ന് സ്ഥാപിക്കും വിധം കന്നഡ നടി ജയമാലയുടെ ഫാക്സ് സന്ദേശം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ലഭിക്കുന്നു. 1987 താൻ ശബരിമല സന്ദർശിച്ചുവെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടു എന്നുമായിരുന്നു ഫാക്സ് സന്ദേശം. ഇതോടെ സംഭവം വൻ വിവാദമായി കത്തിപ്പടർന്നു. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമല സന്ദർശനം വിശ്വാസപ്രകാരം നിഷിദ്ധമാണ് എന്നിരിക്കെ ജയമാല ശ്രീകോവിൽ അശുദ്ധമാക്കി എന്ന തരത്തിൽ വിമർശനങ്ങളും വിവാദങ്ങളും പുകഞ്ഞു. കോടിക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിലും ഈ വെളിപ്പെടുത്തലുകൾ കളങ്കമായി. 1987 തന്റെ 26-ാം വയസ്സിൽ ശബരിമല കയറിയെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടുവെന്നുമുള്ള ജയമാലയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷണവും നടപടിയും വേണമെന്നും പരക്കെ ആവശ്യമുയർന്നു. തുടർന്ന് സംഭവത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. കോട്ടയം ക്രൈംബ്രാഞ്ച് SP KK ചെല്ലപ്പന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ജയമാലയുടെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞു. ശബരിമല സംബന്ധിച്ച ദേവപ്രശ്നം ശരിയാണെന്ന് തെളിയിക്കാൻ ജ്യോത്സ്യൻ ഉണ്ണികൃഷ്ണ പണിക്കർ ജയമാലയുമായി ചേർന്ന് നടത്തിയ നാടകത്തിന്റെ തിരക്കഥ അതോടെ മെല്ലെ ചുരുളഴിയുകയായിരുന്നു. എന്നാൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി മാറി വരികയും ചെയ്തു. ഒടുവിൽ 2010 ഡിസംബർ 14 കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. റാന്നി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ 1-ാം പ്രതി പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ, 2-ാം പ്രതി ജ്യോത്സ്യന്റെ സഹായി രഘുപതി എന്നിവർക്ക് പിന്നാലെ നടി ജയമാല 3-ാം പ്രതിയായിരുന്നു. അയ്യപ്പ വിഗ്രഹത്തിൽ സ്പർശിച്ചെന്ന് വ്യാജ വെളിപ്പെടുത്തൽ നടത്തി വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലാണ് ജയമാലയെ പ്രതി ചേർത്തത്. ആദ്യഘട്ടത്തിൽ ജയമാലയെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്ന ക്രൈംബ്രാഞ്ച് കൂടുതൽ അന്വേഷണത്തിനൊടുവിലാണ് ജയമാലയെ പ്രതി ചേർത്തത്. ഗൂഢാലോചനയിൽ ജയമാല പങ്കാളിയായതിന് കൂടുതൽ തെളിവ് ലഭിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് ജയമാലയെ പ്രതി ചേർത്തത്. എന്നാൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് S രമേശ് കുമാർ മടക്കി. കുറ്റപത്രത്തിൽ ആവശ്യമായ രേഖകൾ ഇല്ലെന്ന് കാണിച്ചായിരുന്നു നടപടി. കുറ്റപത്രം അപൂർണമാണെന്നും പ്രതികളുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ കുറ്റപത്രത്തിലില്ല എന്നും കോടതി നിരീക്ഷിച്ചു. പൂർണ്ണമായ രേഖകൾ ഉൾപ്പെടുത്തി 2-ാമത് കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകി. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജയമാല ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് തുടർ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത്. എന്നാൽ കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി പിന്നീട് വ്യക്തമാക്കി. ജയമാല ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യങ്ങൾ ഇവയാണ്. നിയമം അനുശാസിക്കുന്ന കാലയളവിന് ശേഷമാണ് കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2009 അന്വേഷണം ആരംഭിച്ച കേസിൽ 2011 മാത്രമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇത് നിയമപരമല്ല. ദേവപ്രശ്നവുമായി തനിക്ക് ബന്ധമില്ല. വിചാരണയ്ക്ക് ഹാജരാകാൻ സമൻസ് അയച്ച മജിസ്ട്രേറ്റ് കോടതി നടപടി നിയമപരമല്ലെന്നും കേസ് റദ്ദാക്കണമെന്നും ജയമാല ഹർജിയിലൂടെ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസിന്റെ നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശിച്ചത്. കേസ് അന്വേഷണം പൂർത്തിയാക്കാനുള്ള കാലതാമസം വിശദീകരിച്ച് ക്രൈംബ്രാഞ്ചിന് മജിസ്ട്രേറ്റ് കോടതിയെ വീണ്ടും സമീപിക്കാമെന്നും ഇത്തരത്തിൽ അപേക്ഷ ലഭിച്ചാൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസ് തിങ്കളാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ വർഷങ്ങൾ നീണ്ട വിവാദ കേസിൽ നിർണായകമാകുമോ എന്നാണ് നിയമവിദഗ്ധർ ഉറ്റുനോക്കുന്നത്. അതിനിടെ ജയമാലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തെന്നിന്ത്യൻ നടി ശ്രേയാ സരൻ രംഗത്തെത്തിയിരുന്നു. സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ ആകാശം ഇടിഞ്ഞു വീഴുകയില്ല എന്നാണ് ശ്രേയാ സരൻ പ്രതികരിച്ചത്. ഈശ്വരനാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാത്തതാണ് പാപം എന്ന് പറയാനും ശ്രേയാ സരൻ മടിച്ചില്ല. FIR